ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ PSC ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റിസാറ്റ്-1. ഏതു വർഷമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? ഏതു വർഷമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്? 2010. ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? ആരുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ? റൂസോ. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏതു വർഷമായിരുന്നു? ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം 1941 ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? നീലവളയം യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു. ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദം ഏതാണ്? ബംഗ്ലാദേശിലെ ദേശീയ കായിക വിനോദമാണ് കബഡി. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രമാണ് ബോംബെ സമാചാർ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഇന്ത്യൻ തപാലിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാലിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. വന്ദേ മാതരത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരത്തിന്റെ രചയിതാവ്. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആരാണ്? അരുന്ധതി റോയാണ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. കേരളത്തിന്റെ തനതായ നൃത്തരൂപം ഏതാണ്? കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഏതാണ്? പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മഗധ. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? ബോൾഷെവിക് വിപ്ലവം നടന്നത് റഷ്യയിലാണ്. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്.
മലയാള പത്രപ്രവർത്തനത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏത്? മലയാള പത്രപ്രവർത്തനത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. അവനവൻ കടമ്പ രചിച്ചത് ആരാണ്? അവനവൻ കടമ്പ രചിച്ചത് കാവാലം നാരായണ പണിക്കർ. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത്? അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഡി വിൻസെന്റ്. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിന്നൂർ സമ്മാനിച്ചത് ആര്? മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിന്നൂർ സമ്മാനിച്ചത് മുഹമ്മദ് ഷാ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? മാനസ ചാബല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടർ. മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടർ എച്ച് ഡി കൊനോലി. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ്. മുനിചര്യ പഞ്ചകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം 1961. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത്? 1912 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി സമുദ്രഗുപ്തൻ. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഹൈദരാബാദ്. പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും ഡാഷും ചേർന്നതാണ്. പാർലമെന്റ് എന്നാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ബാലഗംഗാധർ തിലകനെ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റിയൻ ചിറോർ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസെന്റ് മാസിഫ്. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഗോപാൽപൂർ. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ കർത്താവ് ജോൺ റസ്കിൻ. ഇലാഹി കലണ്ടർ ആരംഭിച്ച മുഗൾ രാജാവ് ആരാണ്? ഇലാഹി കലണ്ടർ ആരംഭിച്ച മുഗൾ രാജാവാണ് അക്ബർ. 2012 ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ്? 2012 ഒളിമ്പിക്സ് നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഭാവിയിലെ ലോഹമാണ് ടൈറ്റാനിയം.
ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യയിലെ രാജവംശം? കുഷാനന്മാർ. ചിലപ്പതികാരത്തിൽ പ്രതിപാദിക്കുന്ന പാണ്ഡ്യ രാജാവ് ആരാണ്? നെടുംചേഴിയനാണ് ആ പാണ്ഡ്യ രാജാവ്.